Hello friends, welcome to my channel Venu Kallat Cook and Craft. അപ്പോൾ ഇന്നത്തെ ബേസിക് ഫോർ ബിഗിനേഴ്സിലെ എൻ്റെ വീഡിയോ ന്യൂസ് പേപ്പർ ഉപയോഗിച്ചിട്ടുള്ള ബൗൾസ് ആണ്, കൊച്ചു കൊച്ചു ബൗൾസ്. ആ ബൗൾസ് എങ്ങനെ ന്യൂസ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ബൗൾസിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഹാഫ് പേജ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് വെർട്ടിക്കലായിട്ട് മടക്കിയിട്ട് അത് കട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ട് കുറച്ച് പേപ്പർ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റോൾസ് ആക്കണം. ഇപ്പോൾ ഈ ഒരു റോള് നോക്കൂ, ഇത് വളരെ ടൈറ്റായിട്ടാണ് ഞാൻ റോൾ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കൊരു ബൗളിന് വേണ്ടിയിട്ട് കുറച്ച് വീതിയിൽ വേണം. ഇത് നമുക്ക് പ്രസ് ചെയ്താലും അതിൻ്റെ വീതി കിട്ടില്ല. അപ്പോൾ നമുക്കിനി വേറൊരെണ്ണം ഇതുപോലെ റോൾ ചെയ്തെടുക്കണം. അപ്പം നമുക്ക് ടൈറ്റായിട്ട് ഇത് റോൾ ചെയ്യരുത്. സാവധാനം കൈ ഇങ്ങനെ ലൂസാക്കി കൊടുത്ത് ആ വിരലിങ്ങനെ പ്രസ് ചെയ്തിട്ട് ലൂസാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത്ര ടൈറ്റ് ആവില്ല. അപ്പോൾ കുറച്ചും കൂടിയും ആ വിടുത്ത് കിട്ടും ആ റോളിന്. ഇനി അത് ഗ്ലൂ ചെയ്തിട്ട് അത് എടുക്കുമ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാകാം. കണ്ടു, ഒരെണ്ണം വളരെ ടൈറ്റ് ഒരെണ്ണം ലൂസായിട്ടുള്ള. ഇനി ഇത് പ്രസ് ചെയ്ത് കൊടുത്താൽ കണ്ടോ, ഇത് വീതി കിട്ടും. അപ്പോൾ ഇത്ര വീതി വേണം, മറ്റേതിനധികം വീതി കിട്ടുന്നില്ല. കണ്ടോ, അപ്പോൾ ഇതുപോലെയുള്ള റോളുകൾ ഇനി കുറച്ച് ഞാൻ ഉണ്ടാക്കാം. ഇവിടെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് റോളുകൾ. ഇനി ഇതുകൊണ്ട് നമുക്കിനി അതിൻ്റെ ബേസാണ് ആദ്യം ഉണ്ടാക്കുന്നത്, ഈ ബൗളിൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ 8 സ്ട്രിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് സ്ട്രിപ്പ് ഒന്ന് പ്രസ് ചെയ്തിട്ട് നന്നായിട്ട് ഫ്ലാറ്റായിട്ട് എടുക്കണം. ഇനി നമുക്ക് ആ പേന, സാധാരണ ഞാൻ ഉപയോഗിക്കുന്ന പേനയാണ്, അതെടുത്തിട്ട് ഇനി അതിൻ്റെ റോൾസ് ഉണ്ടാക്കണം. ഇത് 8 സ്ട്രിപ്പ് കണ്ടിന്യൂസ് ഇതുമ്പോൾ ചുറ്റണം. അപ്പോൾ എന്ന് വെച്ചാൽ അത് പ്രത്യേകം നമുക്ക് അത് പിടിച്ചിട്ട് വേണം ചെയ്യാൻ. ഒന്നുമില്ല, നിങ്ങൾക്ക് ഇങ്ങനെ 8 സ്ട്രിപ്പ് യോജിപ്പിച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ഒന്ന് കഴിഞ്ഞാൽ അതിൻ്റെ എൻഡിൽ ഗ്ലൂ കൊടുത്തിട്ട് പിന്നെ അതുമ്മേ അങ്ങനെ കണക്ട് ചെയ്ത് ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. കണ്ടിപ്പോൾ ഒരു സ്ട്രിപ്പ് കഴിഞ്ഞു, രണ്ടാമത്തെ അതുമ്മേ കണക്ട് ചെയ്യും. കണ്ടു, അതുമ്മേ ചേർത്ത് കൊടുക്കണം. ഇനി അത് റോൾ ചെയ്യണം. അപ്പോൾ അത് 8 റോൾ ചെയ്ത് വന്നാൽ നമുക്ക് ആ ബൗളിൻ്റെ ബേസ് തയ്യാറാവും. ഇപ്പോൾ 8 റോൾ ചെയ്ത് വരുന്ന കാണിക്കാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ നമുക്ക് നിങ്ങളത് അങ്ങനെ ചെയ്താൽ മതി. ഇനി നോക്കൂ, ഇത് 7 ഞാൻ റോൾ ചെയ്തു. ഇനി ഒരു ലാസ്റ്റ് സ്ട്രിപ്പാണ്, അതും കൂടി നമുക്കിതുമ്പോൾ റോൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ബൗളിന് വേണ്ടിയിട്ടുള്ള ബേസ് അല്ലെങ്കിൽ അടിഭാഗം തയ്യാറായി. ഇനി ഇതുമ്മലാണ് ഇതിൻ്റെ സൈഡിൽ നമുക്കിങ്ങനെ സ്ട്രിപ്പുകൾ ചുറ്റി വരണം. അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. കാരണം ബൗളിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടണം. അപ്പോൾ എന്താ വെച്ചാൽ സ്ട്രിപ്പിൻ്റെ ഒരു സൈഡിൽ ആ ഗ്ലൂ കൊടുക്കണം. കാരണം ഇതുമ്മ ചെയ്യുമ്പോൾ ഹാഫ് പോർഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കണ്ടു, ആ സർക്കിളിൻ്റെ ആ പോർഷൻ വിട്ടിട്ട് ആ പോർഷനിൽ നിന്ന് അത് ചുറ്റി കൊടുക്കണം. കണ്ടു, അതുപോലെ ചെയ്യണം. ഇതാ ഇങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് വരാം. ഇത് മുകളിൽ പോകുന്തോറും അതിന് വിടുത്ത് കൂടി വരും. ഇനി ഫസ്റ്റ് സ്ട്രിപ്പ് എവിടെ എൻഡ് ചെയ്താണ് അവിടെ നിന്ന് നമുക്ക് സെക്കൻഡ് സ്ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഈ 8 സ്ട്രിപ്പും ഇതുപോലെ റോൾ ചെയ്തെടുക്കണം.
ഇനി ഇത് നമ്മുടെ ലാസ്റ്റ് സ്ട്രിപ്പാണ്. 7 എണ്ണം ഓൾറെഡി നമ്മൾ റോൾ ചെയ്തു. ഇത് 8ാമത്തെയാണ്. റോൾ ചെയ്തിട്ട് അതിൻ്റെ എൻഡ് നല്ല വൃത്തിയിൽ സൈഡിൽ അത് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ കാണാൻ പാടില്ല. അതിന് അതുപോലെ അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടു? അപ്പോൾ ഇങ്ങനെയാണ് ബൗൾ ഉണ്ടാക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ 1-2 ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് നോക്കൂ. ഇത് വേറെ തരമാണ്. ഇത് കുറച്ചും കൂടി സ്ട്രിപ്പ് വീതി ഇത് കൂടുതലുണ്ട് റൗണ്ട്, ഇത് കുറവാണ് റൗണ്ട്. അതനുസരിച്ച് അതിൻ്റെ ഡിഫറൻസ് കണ്ടു. ഇതാ ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും ഡിഫറൻസ്. അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാൻ സാധിക്കും. ഇനി ഇതിന് നല്ല കളറുകൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഷോപ്പ് പീസായിട്ടോ എങ്ങനെയോ ഒക്കെ വെക്കാൻ സാധിക്കും. ഇപ്പോൾ ന്യൂസ് പേപ്പർ ബോൾസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ലൈക്ക് ചെയ്യൂ. അതുപോലെ കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ നല്ല നല്ല സജഷൻസും എഴുതി അറിയിക്കൂ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ. ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരും. Till then, thank you so much. Thanks for viewing.